വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 49 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വാർഡുകൾ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അഥവാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലെ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ അഥവാ സമ്മറി റിവിഷൻ 2024 ജൂൺ മാസത്തിൽ നടക്കുകയാണ്. ഇതിനായി ജനുവരി 1, 2024 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലെ 15,962 വാർഡുകളിലെയും 87 മുനിസിപ്പൽ കൗൺസിലുകളിലെ 3,113 വാർഡുകളിലെയും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 416 വാർഡുകളിലെയും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ. ജനുവരി 1, 2023 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ച് 2023 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വോട്ടർ പട്ടിക പുതുക്കിയിരുന്നു. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത വാർഡുകളിൽ നിലവിലുള്ള 2023 അന്തിമ വോട്ടർ പട്ടിക കരടായി പ്രസിദ്ധീകരിക്കേണ്ടതാണ്. 2023 വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കലിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള വാർഡുകളിൽ ഏറ്റവും അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ള അന്തിമ വോട്ടർ പട്ടിക കരടായി പ്രസിദ്ധീകരിക്കേണ്ടതാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവസാനത്തെ അന്തിമ വോട്ടർ പട്ടിക എടുക്കേണ്ടതും ആ വോട്ടർ പട്ടികയിൽ മദർ റോൾ ഉണ്ടായിരിക്കും. കൂടാതെ 3 പട്ടികയും ഉണ്ടാവും. 1 കൂട്ടിച്ചേർക്കലുകൾ, 2 തിരുത്തലുകൾ, 3 ഒഴിവാക്കലുകൾ. ഇനി ഈ 3 പട്ടികയിലുമുള്ള വിവരങ്ങൾ അഥവാ കൂട്ടിച്ചേർക്കലുകൾ, തിരുത്തലുകൾ, ഒഴിവാക്കലുകൾ എന്നീ പട്ടികയിലുള്ള വിവരങ്ങൾ മദർ റോളിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടതാണ് അഥവാ സംയോജിപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നോക്കാം. കൂട്ടിച്ചേർക്കൽ പട്ടികയിൽ പറയുന്ന ഓരോ പേരുകളിലും സൂചിപ്പിച്ചിട്ടുള്ള വീട്ട് നമ്പർ പരിശോധിക്കേണ്ടതും ആ വീട്ട് നമ്പർ മദർ റോളിൽ എവിടെയാണോ വരുന്നത് അവിടേക്ക് ആ പേര് സംയോജിപ്പിക്കേണ്ടതാണ്. മദർ റോളിൽ വീട്ടു നമ്പറിന്റെ ക്രമപ്രകാരമാണ് പേരുകൾ സംയോജിപ്പിക്കേണ്ടത്. ഇനി തിരുത്തൽ പട്ടികയിൽ പറയുന്നവരുടെ പേരുകൾ എങ്ങനെയാണ് മദർ റോളിലേക്ക് കറക്റ്റ് ചെയ്യേണ്ടത്? തിരുത്തൽ പട്ടികയിൽ എന്തെല്ലാം വിവരങ്ങളാണോ ഒരു വ്യക്തിയെക്കുറിച്ച് തിരുത്തിയിട്ടുള്ളത് ആ വിവരങ്ങളൊക്കെ തന്നെ മദർ റോളിൽ ആ വ്യക്തിയുടെ വിവരങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇനി ഒഴിവാക്കൽ പട്ടികയിലെ വിവരങ്ങൾ എങ്ങനെയാണ് മദർ റോളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. ഒഴിവാക്കൽ പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള പേരുകൾ മദർ റോളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അഥവാ നീക്കം ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ തിരുത്തലുകൾ സൂചിപ്പിച്ചിട്ടുള്ള പട്ടികയിലെ വിവരങ്ങൾ മദർ റോളിലെ ആ വ്യക്തിയുടെ വിവരങ്ങളിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ഒഴിവാക്കൽ പട്ടികയിലെ സൂചിപ്പിച്ച വിവരങ്ങൾ മദർ റോളിൽ നിന്നും ആ വ്യക്തിയെ ഒഴിവാക്കുകയും കൂട്ടിച്ചേർക്കലിൽ സൂചിപ്പിച്ചിട്ടുള്ള പേരുകൾ മദർ റോളിൽ വീട്ടു നമ്പർ പ്രകാരം യഥാസ്ഥാനത്ത് സംയോജിപ്പിക്കുകയും കരട് വോട്ടർ പട്ടിക വീട്ടു നമ്പർ ക്രമത്തിൽ തയ്യാറാക്കേണ്ടതുമാണ്. ഇനി ഓരോ വ്യക്തിക്കും പ്രായത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അങ്ങനെ അവസാനത്തെ അന്തിമ വോട്ടർ പട്ടിക സംയോജിപ്പിച്ച് ഒരു വോട്ടർ പട്ടികയായി മാറ്റി കരട് വോട്ടർ പട്ടികയായി ഫോറം നമ്പർ 3 നോട്ടീസ് സഹിതം 2024 ജൂൺ 6 പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. ഈ വിവരം ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഒരു സാക്ഷ്യപത്രം മുഖേന അറിയിക്കേണ്ടതുമാണ്. ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയുടെ 2 പകർപ്പുകൾ അംഗീകൃത ദേശീയ സംസ്ഥാന പാർട്ടികൾക്കും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേരള സംസ്ഥാനത്ത് പ്രത്യേക ചിഹ്നം അനുവദിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാവുന്നതാണ്. അങ്ങനെ നൽകുമ്പോൾ കൈപ്പറ്റ് രസീത് വാങ്ങിച്ചു വെക്കേണ്ടതാണ്. കരട് വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ പേജ് 1 3 രൂപ നിരക്കിൽ മറ്റുള്ളവർക്ക് വാങ്ങിക്കാവുന്നതുമാണ്. കരട് വോട്ടർ പട്ടിക പൊതുജനങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടാതെ ത്രിതല പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും ലഭിക്കേണ്ടതാണ്. 2024 സമ്മറി റിവിഷന്റെ ടൈം ഷെഡ്യൂളാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.
ജൂൺ 6 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. ജൂൺ 6 മുതൽ ജൂൺ 21 വരെ പേര് ചേർക്കൽ, തിരുത്തലുകൾ, ഒഴിവാക്കലുകൾ, പോളിംഗ് സ്റ്റേഷനോ അല്ലെങ്കിൽ വാർഡുകൾ മാറുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതിയാണ്. ജൂൺ 29-നകം EROമാർ അപേക്ഷകളിൽ ഹിയറിംഗ് നടത്തേണ്ടതാണ്. ജൂലൈ 1, 2024 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ തിരികെ എത്താം. Until then, it's bye from Signature Classroom.